കോഴിക്കോട് പേരാമ്പ്രയിൽ ചുഴലിക്കാറ്റിൽ വൻ നാശനഷ്ടം. നിരവധി വീടുകൾക്ക് മുകളിലേക്ക് മരങ്ങൾ വീണാണ് ഈ നാശനഷ്ടമുണ്ടായത്. ബൈപ്പാസിൽ മരം വീണ് ഗതാഗത തടസ്സം ഉണ്ടായിട്ടുണ്ട്. ദിലീഷ തിലകനാണ് കോഴിക്കോട് നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. ദിലീഷ, ശക്തമായ കാറ്റും മഴയും ഉണ്ടാകുന്നൊക്കെ നേരത്തെയുള്ള കാലാവസ്ഥാ പ്രവചനം ഉണ്ടായിരുന്നു. ഇപ്പോൾ ചുഴലിക്കാറ്റ് ഏത് മേഖലയിലാണ് ഉണ്ടായത്? അതിന്റെ കൂടുതൽ വിവരങ്ങൾ എന്താണ്? വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ടോ? പ്രജിൻ, ഇന്ന് ഉച്ച കഴിഞ്ഞ് ഏകദേശം 3:30 കൂടിയാണ് പേരാമ്പ്രയിൽ അതിശക്തമായ ചുഴലിക്കാറ്റ് വീശിയടിച്ചിട്ടുള്ളത്. ഒട്ടനവധി നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ടത് പേരാമ്പ്രയിലെ നിരവധി വീടുകൾക്ക് മുകളിലേക്ക് മരങ്ങൾ, തെങ്ങുൾപ്പെടെയുള്ള മരങ്ങൾ കടപുഴകി വീഴുകയും വീടുകൾക്കും വീട്ടു ഉപകരണങ്ങൾക്കും അടക്കം കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ആളപായം ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ആശ്വാസകരമായ ഒരു കാര്യം. മാത്രമല്ല, ഈ പേരാമ്പ്ര ബൈപ്പാസിൽ നിർത്തിയിട്ടിരുന്ന കാറുകൾക്ക് മുകളിലേക്കും മരം വീഴുന്ന സാഹചര്യം ഉണ്ടായി. യാത്രക്കാരായ കുടുംബമെല്ലാം അത്ഭുതകരമായിട്ടാണ് രക്ഷപ്പെട്ടത്. ഈ പേരാമ്പ്ര ബൈപ്പാസിൽ മരങ്ങൾ കടപുഴകി വീണ് വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്ക് അവിടെ ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഫയർഫോഴ്സ് സംഘം സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഈ മരങ്ങൾ റോഡിൽ നിന്ന് മുറിച്ച് മാറ്റാനുള്ള നീക്കങ്ങൾ അവിടെ തുടരുകയാണ്. എന്തായാലും ഏകദേശം 3:30 കൂടിയാണ് ഇത്തരത്തിൽ ചുഴലിക്കാറ്റ് വീശിയടിച്ചത്. വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്കുണ്ട്. ഇപ്പോൾ ആ വീടുകളുടെ മുകളിലേക്കെല്ലാം മരങ്ങൾ വീണ് അതെല്ലാം തന്നെ ഫയർഫോഴ്സ് സംഘങ്ങളെത്തി മുറിച്ച് മാറ്റാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും വലിയ രീതിയിലുള്ള ചുഴലിക്കാറ്റ് തന്നെയാണ്. വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് ലഭിക്കുന്ന വിവരം. എന്നാൽ ആളപായം ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഈ വീടുകൾക്ക് മുകളിലേക്കെല്ലാം മരം വീഴുന്ന സമയത്ത് വീട്ടുകാരെല്ലാം കിടന്നുറങ്ങുകയായിരുന്നു. എല്ലാവരും വീട്ടിലുള്ള സമയം കൂടിയാണ്. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ചുഴലിക്കാറ്റാണ് ഉണ്ടായിരിക്കുന്നത്. പ്രജി, എന്തായാലും ആ കുടുംബം അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്നതാണ് ആശ്വാസമാവുന്നത്. വലിയ ശക്തമായ കാറ്റും മഴയുമാണ് പേരാമ്പ്ര മേഖലയിൽ ഉണ്ടായത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.